നമ്മൾ ഒരുപാട് വിശ്വസിച്ച, സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട ചില ആളുകൾ നമ്മളെ ചിലപ്പോൾ ചതിക്കും, പറ്റിക്കും. അതിൻ്റെ അർത്ഥം ഇനി നമ്മൾ ആരെയും വിശ്വസിക്കരുത് എന്നല്ല. അവരങ്ങനെ എൻ്റെ അടുത്ത് ചെയ്തു എന്നതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെ ചെയ്യും എന്നല്ല. ആ വ്യക്തിയിലല്ല പ്രശ്നം, ആ ചതിച്ച ആളിലല്ല പ്രശ്നം. ഇവൻ ചതിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത നമ്മളുടെ കഴിവിലാണ് പ്രശ്നം. നമ്മളുടെ കഴിവുകേടാണ്. നമ്മളെ ഒരാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവല്ല, മറിച്ച് നമ്മളുടെ കഴിവുകേടാണ് എന്ന് അംഗീകരിക്കുക. അതുകൊണ്ട് ഇവിടെ ഒന്നും നല്ല സ്റ്റാഫില്ല, എല്ലാം കള്ളന്മാരാ, ഒരുത്തനും പണിയെടുക്കത്തില്ല, കേരളത്തിൽ ബിസിനസ് ഒന്നും വിജയിക്കും, ഇങ്ങനെയുള്ള ജനറൽ ടോക്കൊന്നും ശരിയല്ല. ഇതേ കേരളത്തിൽ കോടികൾ ലാഭത്തിൽ ബിസിനസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇതേ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും സ്കിൽഡായിട്ടുള്ള ആളുകളുള്ള മറ്റേത് സംസ്ഥാനമുള്ള? നമുക്ക് ബംഗാളികളെ കിട്ടും, നോർത്ത് ഇന്ത്യക്കാരെ കിട്ടും, ആസാമികളെ കിട്ടും ലേബർ ജോബ് ചെയ്യാൻ. അങ്ങനെയുള്ള ടാലൻറ്റഡ് ആളുകളെ ഈ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്താനും കൂടെ നിർത്താനും പറ്റുന്നില്ല എന്നുള്ളത് നമ്മളുടെ കഴിവുകേടാണ്. ഇത് മറച്ചു വെച്ചിട്ട് അവർ കുറ്റം ഇവർ കുറ്റം, കാണുന്നവരെല്ലാം കുറ്റമെന്ന് പറയാൻ ആർക്കും സാധിക്കും. അതുകൊണ്ട് വി ഹാവ് ടു കറക്റ്റ് അവർ സെൽഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി വളരണമെങ്കിൽ യു ഹാവ് ടു ബിക്കം ദാറ്റ് പേഴ്സൺ ഹു ക്യാൻ ലീഡ് ഓൾ ദീസ്. എന്തായിരുന്നു പ്രശ്നം? അവരങ്ങനെ ആയിരിക്കുമെന്ന നിങ്ങളുടെ എക്സ്പെക്റ്റേഷനായിരുന്നു പ്രശ്നം. ആ എക്സ്പെക്റ്റേഷൻ ആരുടെയായിരുന്നു? നമ്മളുടേതാണ്. ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന യുദ്ധങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. വലിയ യുദ്ധങ്ങൾ ഒരു രാജാവും ഒരു രാജ്യവും ഒറ്റയ്ക്ക് നേടിയിട്ടില്ല. ഐസൊലേഷനിൽ നിന്ന് യുദ്ധങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ബിസിനസ്സിലാണെങ്കിലും യു നീഡ് എ ടീം. സോ എല്ലാവരും മോശക്കാരാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകണ്ട. ഒരു തോട്ട് നമുക്ക് വേണം. ഒരു തോട്ട് എന്താണെന്നറിയോ? നോ വൺ ഈസ് ഇൻഡിസ്പെൻസബിൾ. അതായത് ഒരാളും ഇർറീപ്ലേസബിൾ അല്ല, ആരെയും മാറ്റാൻ പറ്റാത്തതായിട്ടില്ല. എനി വൺ ക്യാൻ ബി റീപ്ലേസ്ഡ്. എഴുതിക്കോ, anyone can be replaced, including you.